ഈശോയുടെ കൂടെ നടക്കുമ്പോഴത്തേനും അത് ഉപേക്ഷിക്കേണ്ടി വരും, ഇത് ഉപേക്ഷിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഓർത്ത് പേടിച്ച് ഈശോയെ സ്നേഹിക്കാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളതുപോലെ ഈശോയെ സ്നേഹിക്കുക. ഈശോയും അത് ആഗ്രഹിക്കുന്നത്. ഈശോ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നത്, നമ്മുടെ ആ ഒരു ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള എഫേർട്ടിനെയാണ് കാണുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ സ്നേഹിക്കുക, ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. നമ്മുടെ അഞ്ജന ചേച്ചിയും കാർല അക്യൂട്ടസൊക്കെ ചെയ്തതുപോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു യുഗത്തിൽ, മോഡേൺ യുഗത്തിൽ ആയിരിക്കും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ, അത് അങ്ങനെയൊന്നും ഈശോ നോക്കുന്നില്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടോ, അതൊന്നും കുഴപ്പമില്ല. ജീൻസ് ഇടുന്നുണ്ടോ, അതും കുഴപ്പമില്ല. ആയിരിക്കുന്ന രീതിയിൽ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടി ആണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാർല അക്യൂട്ടസിനെ പറ്റി പറഞ്ഞ വാക്കുകളുണ്ട്. ഈ യുഗത്തിൻ്റെ വിശുദ്ധത നമുക്കിനി വേണ്ട, കാലം മാറിയല്ലോ. ജീൻസ് ഇടുന്ന, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ഈ കാലത്തിൻ്റെ വിശുദ്ധരാണ് ഇനി നമുക്ക് വേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ഞാനുള്ള ഒരു സാഹചര്യത്തിൽ ഈശോയെ എങ്ങനെ കൊടുക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.